ആബ്സെൻറ്റിസം. ആബ്സെൻറ്റിസം എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് ഹാബിച്വൽ പാറ്റേൺ ഓഫ് ആബ്സെൻസ് ഫ്രം എ ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ വിതൗട്ട് ഗുഡ് റീസൺ. ഒരു പ്രത്യേകിച്ച് കാരണമില്ലാതെ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എംപ്ലോയിയുടെ ഒബ്ലിഗേഷനിൽ നിന്നും ആബ്സെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ആബ്സെൻസിനെയാണ് ആബ്സെൻറ്റിസം എന്ന് പറയുന്നത്. സോ ആബ്സെൻറ്റിസം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിഹേവിയർ അല്ല. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പുവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് as well as a breach of implicit contract between employee and employer. സോ ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒരു ഇംപ്ലിസിറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. എംപ്ലോയി ജോബിന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ ആ റെസ്പോൺസിബിലിറ്റിയിൽ വല്ല ബ്രീച്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വരുത്തുകയോ അല്ലെങ്കിൽ വരുത്തുന്നത് എങ്ങനെയാണ്, ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ ആ ഡ്യൂട്ടി ചെയ്യാതെ അതിനെ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആബ്സെൻറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, so absenteeism is a chronic or continued failure of employees to attend for duty, especially when the pattern of absenteeism indicates either that the absence was avoidable or that the employee failed in their duty to the employer in accordance with their employment contract. അതായത് ലീവ് എടുക്കുന്നത് ഒന്നുകിൽ ലീവ് എടുക്കാൻ ചിലപ്പം അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന റീസൺ ആയിരുന്നെങ്കിൽ എന്നിട്ടും ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആബ്സെൻറ്റീസ് ആണ്. അതേസമയം അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ വർക്കിൽ നിന്നും മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആബ്സെൻറ്റീസം എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ അയാൾ ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അത് ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലേബർ ആബ്സെൻറ്റിസം എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? നമ്പർ ഓഫ് മാൻ ഡേയ്സ് ലോസ്റ്റ് ഡ്യൂ ടു ആബ്സെൻറ്റിസം. ആബ്സെൻറ്റിസം കാരണം അതായത് എത്ര പേരാണ് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ ആബ്സെൻ്റ് ആയിട്ടുള്ളത്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മാൻ ഡേയ്സ് ബജറ്റഡ്. എത്ര വർക്കേഴ്സാണ് അല്ലെങ്കിൽ ബജറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രകാരം എത്ര ഹവേഴ്സാണ് ഓരോ വർക്കേഴ്സും വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മാൻ ഡേയ്സ് ആണ് ഉള്ളത് എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ലേബർ ആബ്സെൻറ്റിസം റേറ്റ് കിട്ടും. സോ ആബ്സെൻറ്റിസം റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടായിരിക്കാം ആബ്സെൻറ്റിസം വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ 1958 ഡിസിപ്ലിൻ മീൻസ് ഗെറ്റിംഗ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഫേമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒബേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഡിസിപ്ലിൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ബിസിനസ്. ഏതൊരു സ്ഥാപനത്തിലായാലും, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായാലും അവിടെയൊക്കെ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. സോ ഡിസിപ്ലിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഡോക്ടർ സ്പ്രിങ്ങൽ, ഡിസിപ്ലിൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് പ്രോംപ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് to observe the rules, regulations and procedures which are deemed to be necessary to the attainment of an objective. ഓക്കെ, സോ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓർ ഫിയർ ഓഫ് ഫോഴ്സ് which restrain an individual or a group from doing things which are deemed to be destructive of group objectives. അതായത് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സിനെ വയലേറ്റ് ചെയ്യുന്ന, അതിനെ തകർക്കുന്ന തരത്തിലാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതുണ്ടാകും. അതിനെ തടഞ്ഞു നിർത്തുന്ന ആ പ്രോസസ്സിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ദ എക്സസൈസ് ഓഫ് റെസ്ട്രെയിൻറ്റ് ഓർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പെനാലിറ്റീസ് ഫോർ ദ വയലേഷൻ ഓഫ് ഗ്രൂപ്പ് റെഗുലേഷൻസ്. അങ്ങനെയുള്ള ഗ്രൂപ്പ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെനാലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഡിസിപ്ലിന് 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന് നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, അതുപോലെ മറ്റേത് പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിന് ചില ആളുകൾ അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതായത് പേടിച്ചിട്ട് നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ എംപ്ലോയീസിന് ഭയങ്കര ഭയമായിരിക്കും. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു പേടി കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു പേടി ഉണ്ടായിരിക്കും. അതാണ് ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള ഡിസിപ്ലിൻ. പക്ഷേ ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ്. അതായത് ഏതൊരു സ്ഥാപനത്തിലായാലും നമുക്ക് നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം.
ഏതൊരു ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴുള്ള ഓർഗനൈസേഷൻസിലൊക്കെ, ഇപ്പോഴുള്ള ഫേമുകളിലൊക്കെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട്, അതായത് എംപ്ലോയീസിന് അതിനുള്ള അവെയർനെസ് ഒക്കെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷനിൽ മൊത്തത്തിലുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദർ ആർ 2 ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ആസ്പെക്റ്റ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്റ്റ്. ദെൻ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഡിസിപ്ലിൻ്റെ? ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടു ഗ്യാരണ്ടി സക്സസ്ഫുൾ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. സോ അത് ഗ്യാരണ്ടി ചെയ്യുന്നത് കൊണ്ട് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ചില പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവ് അപ്രോച്ചാണ്. അത് എംപ്ലോയീസിന് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതും അതിൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ അതുപോലെ വയലേഷൻ ഓർ ഡിസൊബീഡിയൻസ് ഓഫ് ഓർഗനൈസേഷൻ റൂൾസ്, ഇറ്റ് ഇമ്പോസസ് ഫൈൻ, റിപ്രിമാൻഡ്, ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പണിഷ്റ്റീവ് ഓർ ബിഗ് സ്റ്റിക്ക് അപ്രോച്ച്. ബിഗ് സ്റ്റിക്ക് അപ്രോച്ച് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ അത് ഫൈൻ, അത് ചിലപ്പോൾ മോണിറ്ററി ആയിട്ടുള്ള ഫൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ അത് ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യലോ അല്ലെങ്കിൽ ടെർമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ പിന്നെ എന്താണ് ഒരു വയലേഷൻ, ഓർഗനൈസേഷനിലുള്ള ഒരു പിന്നെ വയലേഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെയും കൂടെ പ്രേരിപ്പിക്കുക, അവരുടെ താല്പര്യത്തോടു കൂടെ അവരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുക, അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതുപോലെ ക്വാളിറ്റി, പ്രൊഡക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കി വർക്കിംഗ് എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ അതിലൊരു ക്വാളിറ്റി കൊണ്ടുവരിക. പിന്നെ നല്ലൊരു ഹ്യൂമൻ റിലേഷൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുക, അതായത് പൊസിഷനെ അതായത് എംപ്ലോയീസ് റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസിപ്ലിൻ ഉണ്ടാകും. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ പിന്നെ എന്താ പറയുക, ഉപയോഗിക്കാൻ ഉള്ള ഒരു പിന്നെ കഴിവ് ഉണ്ടായിരിക്കും ഡിസിപ്ലിനിലൂടെ. സോ ഒരു ഗുഡ് ഡിസിപ്ലിൻ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആദ്യം അറിയേണ്ടത് എംപ്ലോയീസ് എല്ലാവരും ഡിസിപ്ലിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോപ്പർ നോളേജ് ഓഫ് ഡിസിപ്ലിൻ, പ്രോപ്പർ നോളേജ് ഓഫ് റൂൾസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ വരുന്നത്, അതിനുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവരെ അറിയിച്ചിരിക്കണം. അതുപോലെ ക്വിക്ക് ആക്ഷൻ ഉണ്ടായിരിക്കണം. ഏത് തരത്തിലായാലും ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനുള്ള ഇത് കിട്ടണം. തെറ്റ് ചെയ്യാതാൽ അതിന് ശിക്ഷ കൊടുക്കണം, അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. ദെൻ ഫെയർ ആക്ഷൻ, ഫെയർ ആയിരിക്കണം. നമ്മളിപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എല്ലാ കാര്യങ്ങളിലും എല്ലാ സാഹചര്യത്തിലും ചിലപ്പോൾ അത് അപ്ലൈ ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യം അതൊക്കെ നോക്കിയിട്ട് ഫെയർ ആയിട്ടുള്ളൊരു ആക്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള. അത് പെട്ടെന്ന് തോന്നിയാൽ അതിനുള്ള ശിക്ഷ അപ്പോൾ കൊടുക്കുക എന്നല്ലാതെ ഓരോ തരത്തിലുള്ള തെറ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം, അതായത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ദെൻ റിവ്യൂ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിപ്ലിനറി ആക്ഷൻസ് ഇടയ്ക്ക് റിവ്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിൻ സിസ്റ്റം. പ്രൊസീജിയർ ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ? ആദ്യം അസർട്ടൈനിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എന്താണ് ഡിസിപ്ലിൻ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ എന്താണ് ഏത് റൂളാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്, ആരാണിത് വയലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ദെൻ സെർച്ചിങ് ഫോർ ദ അണ്ടർലൈങ് ഫാക്ട്സ്, അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് സെർച്ച് ചെയ്യുക. ദെൻ ഡിസൈഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പെനാലിറ്റി, അതിനുള്ള പെനാലിറ്റി എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ദെൻ അപ്ലിക്കേഷൻ ഓഫ് പെനാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം. ദെൻ ഫോളോ അപ്പോൺ ഡിസിപ്ലിനറി ആക്ഷൻ, സാധാരണ നമ്മൾ അതിന് എന്ത് ചെയ്യണം, പിന്നെ വിജിലൻറ്റ് സൂപ്പർവിഷൻ, ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് സൂപ്പർവിഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ്റെ പ്രൊസീജിയേഴ്സ്.
ദെൻ എന്താണ് പണിഷ്മെൻറ്റ്? പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. മൈനർ പണിഷ്മെൻ്റ് ഉണ്ട്, മേജർ പണിഷ്മെൻ്റ് ഉണ്ട്. മൈനർ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഓറൽ റിപ്രിമാൻഡ്, ചീത്ത പറയുക, റിട്ടേൺ റിപ്രിമാൻഡ്, അതായത് റിട്ടേൺലി റെക്കോർഡിക്കലി പ്രൂഫ് ഉണ്ടായും കൊണ്ട് അതിനെ അറിയിക്കുക അവരെ. ലോസ് ഓഫ് പ്രിവിലേജസ്, അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രിവിലേജസ് ഒക്കെ ഒഴിവാക്കുക, ഫൈന് കൊടുക്കുക, ഇതൊക്കെയാണ് മൈനർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്. അതേസമയം മേജർ പണിഷ്മെൻറ്റ്സിൽ വരുന്ന വിത്ത്ഹോൾഡിങ് ഇൻക്രിമെൻറ്റുകളൊക്കെ വരുന്നത് തടഞ്ഞു വയ്ക്കുക, സസ്പെൻഷൻ കൊടുക്കുക, ഡിമോഷൻ, ഡിസ്ചാർജ്, ഡിസ്മിസൽ, ഇതൊക്കെ മേജർ പണിഷ്മെൻറ്റ്സ് ആണ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മാക്ഗ്രിഗർ ആണ്. സോ ഈ ഒരു റൂളിൻ്റെ ഒരു അതിൻ്റെ അണ്ടർലൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചൂടുള്ള ഒരു സ്റ്റൗവിൽ തൊടുമ്പോൾ എങ്ങനെയാണോ നമ്മളതിനെ പ്രതികരിക്കുന്നത് അതായിരിക്കണം ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ചൂടുള്ള ഒരു സ്റ്റൗവിൽ നമ്മൾ തൊടുമ്പോൾ എന്തായാലും കൈ പിൻവലിക്കും. അതായത് നമുക്കതിന് അപ്പം തന്നെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ അതിനുള്ള എന്താണോ ആ റിയാക്ഷൻ ചെയ്തിട്ടുള്ള അതിന് റിയാക്ഷൻ നമുക്കപ്പം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കണം അതിൻ്റെ റിപ്ലൈ. ഓക്കെ, അതായത് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറേ വർഷങ്ങളോ മാസങ്ങളോ എടുത്തിട്ട് അതിനുള്ള ശിക്ഷ കൊടുക്കാതെ എപ്പോഴാണോ അതിനുള്ള ഒരു ഫോൾട്ട് വരുന്നത് അപ്പം തന്നെ അതിന് റിട്ടേൺ കൊടുക്കുക. ഓക്കെ, അതാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് വെച്ചാൽ സ്റ്റൗവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യം ഒരു വാണിംഗ് പ്രൊവൈഡ് ചെയ്യും, ചൂടുണ്ട് എന്നുള്ളൊരു വാണിംഗ് നമുക്ക് കാണിച്ചു തരും. പിന്നെ സ്റ്റൗ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ്, അത് സ്ഥിരമാണ് എപ്പോഴും. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ ഏതൊരു കുട്ടിയായാലും വലിയ ആളായാലും ആര് തൊട്ടാലും ഒരേ തരത്തിലാണ് സ്റ്റൗ പ്രതികരിക്കുക. അതുപോലെ സ്റ്റൗ ബേൺസ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രതികരണം ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ ഇംപേഴ്സണലാണ്, അത് പേഴ്സണൽ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല, അത് ഇംപേഴ്സണലാണ്. അത് ഇന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുക, അങ്ങനെയുള്ള പാർഷ്യാലിറ്റി ഒന്നും അവിടെ ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ആക്ഷൻ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റും അതുപോലെ ആദ്യം ഒരു വാണിംഗ് കൊടുക്കും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെ ആയിരിക്കും ശിക്ഷ എന്നുള്ളത് ആദ്യമേ അവർക്കൊരു അവയർനെസ് കൊടുക്കും. പിന്നെ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അത് ചില ആളുകൾക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല, ഈ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും അത് സ്ഥിര തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അത് എപ്പോഴും തൊട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ അതായത് എംപ്ലോയീസിന് ആ റൂൾസ് എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. പിന്നെ പെട്ടെന്നായിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ എന്തായിരിക്കണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ പെട്ടെന്ന് തന്നെ കൊടുക്കണം. അതുപോലെ പിന്നെ നല്ലൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇംപേഴ്സണൽ ആയിരിക്കണം, അത് പ്രത്യേകിച്ച് ഒരു പിന്നെ ആർക്കും പാർഷ്യാലിറ്റി ഉണ്ടാവരുത് എന്നുള്ളതൊക്കെയാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂളിൻ്റെ. അതായത് എങ്ങനെയാണോ ഒരു ഹോട്ട് സ്റ്റൗ പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഒരു ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂള് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രിവെൻറ്റീവ് ആക്ഷൻ. പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ്. നമ്മളതിനെ പ്രിവെൻഷൻ, നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സംഭവം നടക്കുന്നതിനേക്കാളും നല്ലത് അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് നല്ലത്. ഓക്കെ, സോ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതില്ലാതെ ആ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സോ അതിനെന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്? ആക്സെപ്റ്റ് ദ ചാലഞ്ച്. സോ ഈ ഒരു എന്തെങ്കിലും ഒരു പിന്നെ അതായത് എന്തൊരു സംഭവം നടന്നാലും, എന്തൊരു ഡിസിപ്ലിനറി ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അതായത് അതിന് പിന്നെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുക്കുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത്താണ്. സോ അത് എപ്പോഴും നമ്മളതിനൊരു ചാലഞ്ചായിട്ട് എടുക്കുക. അതുപോലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പിന്നെ ബിഹേവിയറാണ്. ആളുകളെയല്ല നമ്മൾ ശിക്ഷിക്കുന്ന, ആളുകളുടെ ബിഹേവിയറിനെയാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഡിസിപ്ലിനറി ആക്ഷനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ലോകളെല്ലാവർക്കും, അതായത് ഇത് അപ്ലൈ ചെയ്യുന്ന മാനേജ്മെൻ്റ് ആയാലും സൂപ്പർവൈസേഴ്സ് ആയാലും എല്ലാവർക്കും ലോ ആൻഡ് റൂൾസൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ റൂളുകളൊക്കെ അതാത് സമയത്ത് അതാത് സ്ഥലത്ത് തന്നെ അപ്ലൈ ചെയ്യണം.
ദെൻ സൂപ്പർവൈസേഴ്സിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യണം. പിന്നെ നല്ല ആളുകളെ തന്നെ, അതായത് നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് തന്നെ, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവേണ്ടി വരില്ല. ഓക്കെ, ദെൻ മേക്ക് റൂൾസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എംപ്ലോയി ഓറിയൻറ്റേഷൻ. എംപ്ലോയിയെ ഓറിയൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അവർക്ക് ഇൻഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അവരെ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുക. അതൊക്കെ പ്രിവെൻറ്റീവ് ആക്ഷനാണ്. അതായത് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരില്ല. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ഡിസിപ്ലിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ടേമാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ.